Hi all. Today we are moving to another new chapter, hematology. അപ്പോൾ നമ്മുടെ അനാട്ടമി ഏരിയയിൽ ഹെമറ്റോളജി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ്. അതിൽ ഹെമറ്റോളജി നമ്മൾ സെപ്പറേറ്റ് പഠിക്കും, ലിംഫാറ്റിക് സിസ്റ്റം നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അപ്പോൾ ഹെമറ്റോളജി നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത്, പാർട്ട് 1, പാർട്ട് 2, പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം അടുത്തത്. അങ്ങനെ മൊത്തം ഈ ഒരു ചാപ്റ്റർ 3 പാർട്ടായിട്ടാണ്, 3 സെഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലുക്കിംഗ് ടു ദ ടോപ്പിക് വാട്ട് ഈസ് ഹെമറ്റോളജി. അപ്പോൾ എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ പ്രിഫിക്സ് സഫിക്സ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഹീം എന്താണെന്ന് പറഞ്ഞു. ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് ഹീം എന്ന് പറഞ്ഞാൽ. ഓളജി അല്ലെങ്കിൽ ലോഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റഡിയാണ്. അപ്പോൾ ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് സെൽസ്, ബ്ലഡ് ടിഷ്യൂസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇതിൻ്റെയൊക്കെ സ്റ്റഡിയാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ബ്ലഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബോഡിയിൽ എത്ര ബ്ലഡ് ഉണ്ട്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്, പിന്നെ ബ്ലഡിൻ്റെ ഫങ്ഷൻസ് എന്താണ്, പിന്നെ ഉള്ളത് സെറം പ്ലാസ്മ, അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്, പിന്നെ ബ്ലഡ് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്, പിന്നെ ബ്ലഡിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, പിന്നെ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, പിന്നെ നമ്മൾ പറയുന്നത് RH കോമ്പാറ്റബിലിറ്റി. RH ഫാക്ടറിൻ്റെ ബേസിൽ ഒരു ഡിസീസ് പറയുന്നുണ്ട്, RH ഡിസീസ് എന്ന് പറയും, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. നോക്കൂ, ഫസ്റ്റ് ബ്ലഡ്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി ഫ്ലൂയിഡ് ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലേഷനാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലിലും ന്യൂട്രിയൻസ് എത്തിക്കുക, ഓക്സിജൻ എത്തിക്കുക, ഹോർമോൺസിനെ എത്തിക്കുക, ഇതൊക്കെയാണ് ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻ സർക്കുലേറ്ററി ഫങ്ഷനാണ്. പിന്നെ ബ്ലഡിൻ്റെ വോളിയമാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, അതായത് ഒരാളുടെ ബോഡിയിൽ എത്ര ബ്ലഡ് ഉണ്ടെന്നുള്ളതാണ്. 5 to 6 liters ഓഫ് ബ്ലഡ്, അത് പെർ kg വൈസ് പറയുകയാണെങ്കിൽ 80 ml per kg. അപ്പം ബ്ലഡ് വോളിയം 5 to 6 liter ആണ്. ഇനി ബ്ലഡിൻ്റെ pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമ്മളൊരു ന്യൂട്രലിൻ്റെ എബോ ബിലോ, അസിഡിക്, ബേസിക് നേച്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലഡിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.35-നും 7.45-നും ഇടയിലാണ് ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വോളിയം 5 to 6 liter, അതിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.35 to 7.45. ഇനി അടുത്തത് വാട്ട് ഈസ് ഹെമറ്റോപോയസിസ് എന്നാണ്. അപ്പോൾ എന്താണ് ഹെമറ്റോപോയസിസ്? അതായത് ബ്ലഡ് സെൽ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെമറ്റോപോയസിസ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ബോൺ മാരോ സെൽസ്. നെയിംലി ഏതൊക്കെ ബ്ലഡ് സെല്ലിൻ്റെ പ്രൊഡക്ഷനാണ്? എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ RBC, റെഡ് ബ്ലഡ് സെൽസിന് പറയുന്ന പേരാണ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എറിത്രോ എന്ന് പറഞ്ഞാൽ റെഡ് എന്ന് പഠിച്ചു. അപ്പോൾ RBC, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ് പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ ഗ്രാനുലോസൈറ്റ്സ്, അത് നമ്മൾ എന്താണ് ഓരോന്നെന്നുള്ളത് നമ്മൾ പിന്നാലെയുള്ള സ്ലൈഡിൽ പറയും. ഗ്രാനുലോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്. അപ്പോൾ ഈ ബ്ലഡ് സെല്ലിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്സാണ് ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത്. So hematopoiesis is the production of blood cells, or it is the process of creating a wide variety of blood and bone marrow cells. അപ്പോൾ ബ്ലഡ് സെൽസ്, ബോൺ മാരോ സെൽസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്.